അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോൾ നമ്മൾ ഇത്രയും ദിവസങ്ങളിൽ പറഞ്ഞു വന്നത് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ, പരിശുദ്ധമായ ദീൻ എന്ന് പറഞ്ഞാൽ ഈമാൻ, ഇസ്ലാമും ഈമാനും ഇഹ്സാനും കൂടിയതാണ്. ഇത് ഒന്നും ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ഇസ്ലാം ഒഴിവാക്കാൻ പറ്റില്ല, ഈമാൻ ഒഴിവാക്കാൻ പറ്റില്ല, ഇഹ്സാൻ ഒഴിവാക്കാൻ പറ്റില്ല. അതിൽ ഇസ്ലാമിലും ഈമാനിലൊക്കെ നമ്മൾ ഓരോ മദ്ഹബ് കണ്ടെത്തിയിട്ടുണ്ട്. ഷാഫി മദ്ഹബ്, വലിയ 4 മദ്ഹബ്, അശ്അരി മദ്ഹബൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നതുപോലെ തന്നെ ഇഹ്സാനും നമ്മളൊരു ഇമാമിനെ കണ്ടെത്തണം. അതിനാണ് ത്വരീഖത്ത്, ഷെയ്ഖ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ വിശദീകരിച്ചു. അത് നമ്മൾ ഒരുപാട് വിശദീകരിച്ച് കഴിഞ്ഞ്, ഒരുപാട് ക്ലിപ്പുകൾ കഴിഞ്ഞ് പോയതാണ്. എല്ലാവരും അത് പഠിക്കണം. അങ്ങനെ ഷെയ്ഖ് വേണം, അത് ഫർളാണ്, വാജിബാണ്. അത് വാജിബാണ്, നിജമാണ്ട്, മുക്കല്ലഫായ, ബുദ്ധിയും പ്രായപൂർത്തിയും എല്ലാവർക്കും നിർബന്ധമാണ്. സുന്നിയാണോ എങ്കിൽ ഷെയ്ഖ് വേണം, അല്ലെങ്കിൽ അവൻ സുന്നിയല്ല. ഷെയ്ഖ് ഇല്ലാത്തവൻ അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും എതിര് പ്രവർത്തിച്ചവനാണ്. നമ്മൾ ഒരുപാട് വിശദീകരിച്ചു. കഴിഞ്ഞു പോയ സർവ്വ പണ്ഡിതന്മാർക്കും ഷെയ്ഖ് ഉണ്ട്. ഷെയ്ഖ് വേണം എന്നാണ് എല്ലാവരും പറഞ്ഞത്. വേണ്ട എന്ന് ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരും ഒരു കിതാബിൽ എവിടെയും വിശദീകരിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാ സുന്നികൾ ഷെയ്ഖിനെ പിടിക്കാത്തത്? അതിനൊരു അമാന്തം കാണിക്കണത് ചതിയാണ്, സയനിസ്റ്റുകളെ ചതി തന്നെയാണ്. അതിൽ നമ്മൾ പെടരുത്. നമ്മളത് വിശദീകരിച്ച് കഴിഞ്ഞു. ഇനി അത് മാത്രമല്ല, ഏത് ഷെയ്ഖിനെ പിടിക്കണം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. റസൂലുള്ളാഹി വരെ സിൽസില മുട്ടുന്ന, ശരീഅത്തുള്ള, തൻ്റെ ഷെയ്ഖിൽ നിന്നും ഖിലാഫത്ത് മേടിച്ച ഒരാളായിരിക്കണം നമ്മൾ ത്വരീഖത്ത് മേടിക്കേണ്ടത്. അതും തൗഹീദിലായിരിക്കണം. അതാണ് കമാലിയത്ത്. മറ്റു വഴികളൊന്നും തെറ്റാന്നല്ല, കമാലിയത്തല്ല. കമാലിയായ തൗഹീദാണ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. അല്ലാഹു ഇല്ലല്ലേ, ഓല്ലേ, ഓഹക്കോ, അങ്ങനത്തെ ദിക്റുകളൊന്നുമല്ല. അങ്ങനത്തെ വഴികളൊക്കെ ഉണ്ട്. അതൊക്കെയും തൗഹീദിലേക്കുള്ള യാത്രയാണ്. അള്ളാഹുവിലേക്കുള്ള യാത്ര തൗഹീദാണ്. നമ്മൾ റൂഹുൽ ബയാൻ വിശദീകരിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു വെച്ചതാണ്. അപ്പൊ ഷെയ്ഖിനെയും കിട്ടി, ഏത് ഷെയ്ഖിനെ പിടിക്കണമെന്നും കിട്ടി, തൗഹീദും കിട്ടി. എന്നിട്ട് തൗഹീദും കിട്ടിയിട്ട് നിസ്കാരം നോമ്പൊന്നും ഇല്ലാതെ, ശരീഅത്ത് മുറുകെ പിടിക്കാതെ, ആത്മീയ മാത്രം മതി എന്ന് പറഞ്ഞ് നടക്കുന്നവരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. മാലിക് ഇമാമിന്റെ വാക്ക് വെച്ച്, ഒരു സിന്ദീഖീങ്ങളാണ്, നിരീശ്വരവാദികളാണ്, അവര് പേച്ചവരാണ്. നിസ്കാരം വേണ്ട, അല്ലെങ്കിൽ സുന്നത്ത് വേണ്ട, അതിനെ നിരാകരിക്കുകയാണെങ്കിൽ അവർ ഇസ്ലാമിന്റെ പടിക്കും പുറത്താണ് എന്നൊക്കെ നമ്മൾ വിശദീകരിച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹു പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് ചെയ്യട്ടെ. ഇനി നമ്മൾ പറയണത് എന്താ വെച്ചാൽ, ഇപ്പൊ ഏത് സാധനം കിട്ടണം എന്ന് മനസ്സിലായല്ലോ, തൗഹീദ് കിട്ടണം. അപ്പൊ അത് കിട്ടിയവര് അതിന്റെ സ്ഥാനം, അതിന്റെ മഹത്വം മനസ്സിലാക്കാൻ, കിട്ടാത്തവർക്ക് അത് തേടണമല്ലോ. ഇപ്പൊ എന്താണ് അതിന്റെ മഹത്വം എന്ന് മനസ്സിലാക്കാൻ ഇഷ്കുള്ളവർക്ക് മാത്രമാണ് ഇനിയുള്ള ക്ലാസ്സുകൾ. അല്ലെങ്കിൽ അതിന് ഒരു പുച്ഛിച്ച് കാണും, ഉറപ്പാണ്. എന്നാൽ ആശിക്യങ്ങളെ വർത്താനങ്ങൾ അങ്ങനെയുള്ളോ എല്ലാവരും മനസ്സിലാക്കുക. ഇഷ്കുള്ളവർക്ക്, ഹബീബ റസൂലുള്ളാഹി സ്നേഹമുള്ളവർക്കാണ് ഇനിയുള്ള ക്ലാസ്സുകൾ. ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ മഹത്വം നമ്മൾ ഒരുപാട് ക്ലിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇഷ്കിൻ്റെ ഒരു ഭാഗം ഞാൻ പഠിപ്പിച്ചു തരാം. അത് മനസ്സിലാക്കുക. അത് കിട്ടിയവർക്ക് അവർ എന്താണ് ചെയ്യണമെന്ന് അറിയണമല്ലോ, അതിൻ്റെ മഹത്വം. അത് തേടുന്നവർക്ക് എന്തിനാണ് അവർ തേടണമെന്ന് അറിയണമല്ലോ. അതിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന പരിശുദ്ധമായ തൗഹീദിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആ ഒരു തിരുവചനത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ പോണത്. നമ്മൾ ശ്രദ്ധിക്കണം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാമിഉൽ ഔസാഫാണ്. എന്ന് പറഞ്ഞാൽ സർവ്വ സിഫത്തുകളും ഒരുമിച്ച് കൂട്ടിയാണ്. അത് പല കിതാബിലും പല ചർച്ചകളും, പലതും പലർക്കും അറിയാവുന്നതാണ്. പല ചർച്ചകൾ നടന്നിട്ടുണ്ട്. എന്തൊക്കെ വിശേഷിക്കപ്പെടേണ്ട സിഫത്തുകളുണ്ടോ അതിനൊക്കെയും 100% ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ കറക്റ്റാണെന്നും ആ സിഫത്തൊക്കെ അവിടത്തേക്ക് ഉണ്ട് എന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. തെളിവ് സഹിതം ഇഷ്ടംപോലെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അപ്പൊ ശ്രദ്ധിക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വം ഇന്ന് പറയാൻ തുടങ്ങിയതല്ല. എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ്, ലോകം പടക്കുന്നതിൻ്റെ മുമ്പ് ആ തിരുനൂറിന്റെ മഹത്വം അള്ളാഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം പടപ്പുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മലായിക്കത്ത് പറയുന്നുണ്ട്, പടപ്പുകൾ മുഴുവൻ പറയുന്നുണ്ട്, ജീവികളൊക്കെ പറയുന്നുണ്ട്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനോട് ഒരു ചുവന്ന പുഴു കണ്ടപ്പോൾ ദാവൂദ് നബി സംസാരിച്ചു, എന്താ ഉപകാരം ഈ പുഴുവിനെ കൊണ്ട്? അപ്പൊ ആ പുഴു പറഞ്ഞൊരു വാക്കുണ്ട്. സുലൈമാൻ നബിന്റെ വാപ്പയാ ദാവൂദ് നബി അലൈഹി ഇസ്ലാം. ദാവൂദ് നബിയോട് പറയണം, നബിയെ, രാവിലെ പകല് ഞങ്ങൾക്ക് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ 1000 വട്ടം ചെല്ലണം. രാത്രി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം
എന്ന് 1000 വട്ടം ചൊല്ലണം. ഒരു പുഴു ദാവൂദ് നബിന്റെ കാലത്ത് പറയാ. അപ്പൊ അന്ന് മുതൽ ആ വാഴ്ത്തലും പുകഴ്ത്തലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. ഇനി ലോകം അവസാനിക്കുമ്പോഴും അന്ന് തുടങ്ങിയത് വാക്യവും ഏത് അള്ളാഹു ആരും ഇല്ലാത്ത കാലത്ത് ഇറങ്ങിയ ഒരു പുകഴ്ത്തലുണ്ടല്ലോ, യുസല്ലൂന അലൻ നബി, സ്ഥലകാല സമയമില്ലാത്ത റബ്ബിന്റെ ആ സ്വലാത്ത് അന്നും ബാക്കിയാവും. ഇത്രയും മഹത്വമാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി അവിടുത്തെ മഹത്വം. അപ്പൊ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ജാമിഉ എല്ലാ സിഫത്തുകളും ഒരുമിച്ച് കൂട്ടിയതാണ് അവിടുത്തേത്. എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് സർവ്വനബിമാരും പറഞ്ഞുകൊണ്ടിരുന്നതാണ് അവിടുത്തെ പേര്. ആ മുഹമ്മദ് റസൂലുള്ളാഹി വേണ്ട, അള്ളാഹു മതി, ഇല്ലല്ലാഹ് മതി എന്നൊക്കെ പറയുന്ന തുരികത്താരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ നഷ്ടം ഭയങ്കരമാണ്. കാരണം ഷഫായത്തിന്റെ അവകാശി ചോദ്യത്തിൽ ഖബറിലെ ചോദ്യത്തിലും അവസാനം ഹക്കും ബാത്തും വേർതിരിക്കുന്നതും ആ പൊന്നാര ഫോട്ടം വെച്ചിട്ടാണ്. സ്വർഗത്തിലേക്കുള്ള കവാടം ചാവി എല്ലാം അവിടെ നിന്നാണ്. പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു വാശി എന്നറിയില്ല. അവരും ത്വരികത്താരും മുഹമ്മദ് റസൂലുള്ളാഹി വേണ്ട സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വാദിക്കുന്നവർക്ക് കൂടി ഒരു പാഠമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കാം. ജാമിഉ സിഫാത്താണ് എന്ന് പറഞ്ഞതുപോലെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ദിക്ർ സർവ്വ ദിക്റും ഒരുമിച്ച് കൂട്ടപ്പെട്ടതാണ്. ലോകത്ത് നടക്കേണ്ടതായ സർവ്വ ദിക്റും, സ്തുതിക്കപ്പെട്ട സ്തുത്യർഹമായ സർവ്വ ദിക്റുകളും ഒരുമിച്ച് കൂട്ടിയ ദിക്റാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്ർ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു മനസ്സിലാക്കി നമ്മൾ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.